Adobe Photoshop ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ടെക്സ്ചർ ചേഞ്ചിങ് ടൂൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇമേജിൻ്റെ ടെക്സ്ചർ മാറ്റാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് ആണ്. അതിൽ ആദ്യത്തേത് ബ്ലർ ടൂളാണ്. പേര് പോലെ തന്നെ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ലെയറിലുള്ള ഇമേജ് അല്ലെങ്കിൽ നമ്മൾ വരച്ചേക്കുന്ന ഒരു ലൈനോ എന്ത് തന്നെയാണെങ്കിലും അത് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഈ ഇമേജ് ഒന്ന് സൂം ചെയ്യാം. ഓൾട്ട് ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ സൂം ചെയ്യാണ്. നമുക്ക് ഇതിൽ ഈ സ്ത്രീയുടെ കണ്ണൊന്ന് ബ്ലർ ചെയ്ത് നോക്കാം. ബ്രഷിൻ്റെ സൈസ് ഞാൻ ബ്രാക്കറ്റ് കീ ഞെക്കി ചെറുതാക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ കണ്ണ് ഇവിടെ ബ്ലറായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ മുകളിൽ ബ്ലറിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിടുന്നതനുസരിച്ച് ബ്ലർ ആവുന്ന എമൗണ്ട് കൂടുതലായിട്ട് വരും. അതായത് നമ്മളുടെ ഇമേജ് എത്രത്തോളം ബ്ലർ ആകണം എന്നതിനനുസരിച്ച് നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ 21 സ്ട്രെങ്ത്തിലിട്ടാണ് ബ്ലർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ബ്ലർ ആയതിനേക്കാളും വളരെ കുറഞ്ഞ തോതിലാണ് ഇവിടെ ബ്ലർ ആകുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ബ്രഷ് ടൂളിൽ യൂസ് ചെയ്ത പോലെ ആവശ്യമുള്ള ബ്രഷും സെറ്റിങ്സും ഈ ഒരു ബ്ലർ ടൂളിൻ്റെ ബ്രഷിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഇമേജ് ബ്ലറായി വരുന്നത്. ബ്ലർ ടൂളിന് ശേഷം വരുന്ന അടുത്ത ടൂള് ഷാർപ്പൻ ടൂളാണ്. ബ്ലർ ടൂളിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഷാർപ്പൻ ടൂളിൻ്റെ വർക്കിംഗ്. അതായത് ബ്ലർ ടൂൾ നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ ഇമേജ് ബ്ലർ ചെയ്യാനാണെങ്കിൽ ഷാർപ്പൻ ടൂൾ ഉപയോഗിക്കുന്നത് അതിനെ ഷാർപ്പ് ചെയ്തിട്ട് കുറച്ചുകൂടെ ക്രിസ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു മുടിയുടെ നാര് ഒന്ന് ഷാർപ്പൻ ചെയ്ത് നോക്കാം. നമ്മൾ ആ മുടിയുടെ മുകളിൽ കൂടി ബ്രഷ് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടെ ഷാർപ്പായി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് മുടിയുടെ ബാക്കി പോർഷനും ഒന്ന് ഷാർപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഹെയറിൻ്റെ റൂട്ട്സിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു പോർഷനും നല്ല രീതിയിൽ ഷാർപ്പാവും. മുടിയുടെ ഓരോ നാരും സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എടുത്ത ഫോട്ടോ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് ബ്ലറായിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൂൾ സ്കിന്നിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ പോർസൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്കിൻ ഏജ് ചെയ്തൊരു ലുക്ക് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേസമയം നമുക്ക് ഫോട്ടോ കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കണം, അല്ലെങ്കിൽ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലർ ടൂൾ യൂസ് ചെയ്യുക. ഈ സെറ്റിലെ അടുത്ത ടൂള് സ്മഡ്ജ് ടൂളാണ്. സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്യുന്നത് ഷാർപ്പൻ ചെയ്യാനുമല്ല ബ്ലർ ചെയ്യാനുമല്ല, പകരം ഇരിക്കുന്ന പിക്സൽസ് ഒരു പൊസിഷനിൽ നിന്നും മറ്റേ പൊസിഷനിലേക്ക് സ്മഡ്ജ് ചെയ്ത് നീക്കുന്നതിനാണ്. ഉദാഹരണത്തിന് നമ്മൾ വരച്ച ഒരു പടം അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൈവച്ച് തോണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സ്മഡ്ജ് ആകുന്നോ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് സ്മഡ്ജ് ടൂള് ഇവിടെ പ്രവർത്തിക്കുക. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ റീടച്ചിങ് പർപ്പസുകൾക്കാണ്. ഫോർ എക്സാമ്പിൾ ഈ ചുണ്ടൊന്ന് നീക്കുക, അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. നമുക്ക് ഈ കണ്ണിൻ്റെ 2 കോർണർ ഒന്ന് താഴത്തോട്ട് നീക്കാം. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൂളാണ് ഈ ഒരു സെറ്റിൽ വരിക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടൂള് ഡോജ് ടൂളാണ്. ഡോജ് ടൂൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു ഇമേജിൻ്റെ എക്സ്പോഷർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇമേജിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ അതിൽ ഓൾറെഡി ഉള്ള കളർ ഒന്നുകൂടെ ലൈറ്റൻ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഡോജ് ടൂൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഒരു സ്ത്രീയുടെ സ്കിന്നിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ആക്കണം, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ കളർ ഒന്ന് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കണം, ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കണം. ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഡോജ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ് ഒന്ന് ലൈറ്റൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കളർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ബേൺ ടൂളാണ്. ഡോജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബേൺ ടൂൾ വർക്ക് ചെയ്യുന്നത്. ഡോജ് ടൂൾ യൂസ് ചെയ്യുന്നത് എക്സ്പോഷർ കൂട്ടിയിട്ട് ലൈറ്റ് ആക്കാനാണെങ്കിൽ ബേൺ ടൂൾ യൂസ് ചെയ്യുന്നത് എക്സ്പോഷർ കുറച്ചിട്ട് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഡോജ് ടൂൾ എടുത്ത് യൂസ് ചെയ്ത സ്ഥലത്ത് ബേൺ ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. അതല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോർഷനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയ ഡാർക്കായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായി വരുന്ന ടൂളാണ് സ്പോഞ്ച് ടൂൾ. സ്പോഞ്ച് ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ്റെ സാച്ചുറേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഡീസാച്ചുറേഷൻ മോഡിലാണ് ഈ ഒരു ടൂള് കിടക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വരയ്ക്കുന്ന ഭാഗത്തുള്ള കംപ്ലീറ്റ് കളറിനെയും ഇത് ഡീസാച്ചുറേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോമിലോട്ട് കൊണ്ടുവരും.
അപ്പോൾ നമ്മുടെ വർക്കിൽ നമുക്കൊരു ഇമേജിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കേണ്ട കാര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചും നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പഴയ ഫോമിലേക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ മോഡ് മാറ്റി ഡീസാച്ചുറേഷൻ എന്നുള്ളത് സാച്ചുറേഷൻ മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് സാച്ചുറേഷൻ എവിടെ കൂട്ടി കൊടുക്കണോ ആ ഭാഗത്ത് സാച്ചുറേഷൻ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഫോട്ടോഷോപ്പിൽ ഇമേജിൻ്റെ ടെക്സ്ചറും അതുപോലെ പ്രോപ്പർട്ടിയും മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ്.